الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കൂടിച്ചേരൽ ഉഖ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വളരെ ഗൗരവത്തോടു കൂടി നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ നമ്മളൊരു തെറ്റ് കണ്ടാൽ, ഒരു തിന്മ കണ്ടാൽ, ഒരു വിശ്വാസിയുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. അതിൻ്റെ ഒരു ഉത്തരമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുതുബയിലൂടെ കാണുവാൻ നമ്മൾ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരു തെറ്റു മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മിനിറ്റിലും വലിയ വലിയ കണ്ടെയ്നറുകളിൽ തന്നെ തിന്മകൾ പെയ്തിറങ്ങുന്ന ഒരു ദുനിയാവിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിന്മകളെ എതിരിടുക എന്ന് പറയുന്നത്, അതിനെതിരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പണ്ടില്ലാത്ത വിധം സൗകര്യങ്ങൾ ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ദീൻ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒട്ടനവധി സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അതിന് താല്പര്യമുള്ള ആളുകളാണ് തുലോം വിരളം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഖുർആൻ ക്ലാസ് നമ്മൾ വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ദീനി മജ്ലിസ് വെച്ചാൽ, അതിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾ തന്നെ തുലോം വിരളമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പ്രായത്തിന്റെ അവശത കൊണ്ട് ഇനി ഒന്നും തന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരല്പം ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തന്റെ ബാധ്യതയല്ല, തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വിഷയത്തിന്റെ ഗൗരവമാണ് അത് വർദ്ധിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനീ രംഗത്തേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്. അത് എല്ലാ മുസ്ലിമീങ്ങളുടെയും കടമയാണ്. നമ്മുടേതെന്ന് മാത്രം പറഞ്ഞ് പരിമിതപ്പെടുത്തേണ്ടതല്ല, മുസ്ലിമായ എല്ലാ വ്യക്തികളുടെയും ബാധ്യതയിൽപ്പെട്ടതാണ് ജനങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ തിന്മകൾക്കെതിരായി നിലകൊള്ളുക എന്ന് പറയുന്നത് എല്ലാ മുസ്ലിമീങ്ങളുടെയും ബാധ്യതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, നിങ്ങളുടെ മക്കളോ സമ്പത്തോ നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിവസമുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അവിടെ ആര് മാത്രമാണ് രക്ഷപ്പെടുക? ഖൽബുൻ സലീമുമായി വന്ന ഒരുത്തൻ മാത്രമാണ് രക്ഷപ്പെടുക. അങ്ങനെ പറഞ്ഞാൽ പൂർണ്ണമായും അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഖൽബുള്ളവർ മാത്രമാണ്
അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയാണ് പിഴച്ചു പോകുന്നത് എന്നതുകൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. നിങ്ങൾ പിന്നാലെ പായുന്ന ദുനിയാവുണ്ടല്ലോ, അതൊരു വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ്. അതൊരിക്കലും ഒരാൾക്കും സ്ഥായിയായി നിന്നു കൊടുത്തിട്ടില്ല. ഒരാൾക്കും അതിന് മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾക്കും അതിന് പൂർണ്ണമായിട്ടും ഉടമപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ വീടുകളിൽ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്, പള്ളികളുണ്ട്. അതേപോലെ തന്നെ എത്രയോ ആളുകൾ മുസ്ലിമീങ്ങളുടെ ഒരു കൂട്ടമായി ജമാഅത്തായിട്ടാണ് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ആളുകളിൽ നമ്മൾ എടുത്ത് പരിശോധിക്കൂ. 5 നേരം നിസ്കരിക്കാത്ത എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അന്ധനായ വ്യക്തിയാണല്ലോ ഉമ്മു മക്തൂം എന്ന് പറയുന്നത്. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, ഇന്നി റജുലുൻ വരീറുൻ ശാസിഉദ് ദാരി. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അന്ധനാണ് എന്ന് മാത്രമല്ല, എന്റെ വീട് പള്ളിയിൽ നിന്ന് അകലെയാണ് റസൂലേ. ലൈസ ലീ ഖായിദുൻ യുലാവിമുനി. എന്നെ ഓരോ വക്തിലും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പരസഹായം വേണം. അങ്ങനത്തെ ഒരു പരസഹായം എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഫഹല്ലി റുഖ്സ, എനിക്ക് എന്തെങ്കിലും ഇളവുകളുണ്ടോ? ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ചോട്ടെ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ മഅന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടി എന്താണ്? ലാ, ഉമ്മു മക്തൂമേ, ബാങ്ക് കേൾക്കുന്നുണ്ടോ? നീ പള്ളിയിലേക്ക് വരണമെന്നാണ് അന്ധനായ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ദൗത്യം ആരാണ് നിർവഹിക്കേണ്ടത്? ഇനി ഒരു നബി വരാനില്ല, ഇനി ഒരു പ്രവാചകൻ ഈ ഖിയാമത്ത് നാൾ വരെ വരാനില്ല. അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയി. അതുകൊണ്ട് ആ ഒരു ദൗത്യം ആ പ്രവാചകനെ പിന്തുടരുന്ന വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിൽ നിസ്കരിക്കാത്തവർ മാത്രമല്ല, പിന്നെയോ ഒട്ടനവധി തിന്മകളിൽ തന്നെ പരസ്യമായി മുഴുകി ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഇവരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരായത്ത് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറ ആൽ ഇംറാനിലെ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു ഉമ്മത്ത് ഉണ്ടാവണം, ഒരു സമൂഹം ഉണ്ടാകണം. യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഒരു ടീം ഉണ്ടാവണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരെത്ര വിജയികളായിട്ടുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, ആ വിജയികളായി എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ ആയത്ത് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കാറുണ്ട്, അതിനുള്ള അറിവൊന്നും പാണ്ഡിത്യമൊന്നും ഇല്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള വിവരമൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുള്ള ഒരു മറുപടി നമുക്ക് നൽകുന്നുണ്ട്. മൻ റഅ മിൻകും മുൻകറ, നിങ്ങൾ ഒരു തിന്മ കണ്ടു, ഫലിയുഗയ്യിർ ബിയദിഹി, അതിനെ കൈകൊണ്ട് തടയണം. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി, നിങ്ങൾ നാവ് കൊണ്ട്, അതിന് സാധ്യമല്ലെങ്കിൽ നാവ് കൊണ്ട് നിങ്ങൾ തടയണം. ഫഇല്ലം യസ്തതി' ഫബിഖൽബി, അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ആ ഒരു പ്രവർത്തനത്തെ വെറുക്കുകയെങ്കിലും വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള ദഅവത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം കിട്ടിയ വഹയിന്റെ തുടക്കത്തിൽ രഹസ്യമായിട്ടായിരുന്നു, അല്ലെ? വ്യക്തികളെ പോയി കാണും, ഇസ്ലാം പറഞ്ഞു കൊടുക്കും, ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അങ്ങനെ രഹസ്യമായിട്ടായിരുന്നു ആദ്യത്തെ ദഅവത്ത് നടത്തിയിരുന്നത്. പിന്നീടോ സഫാ മലയുടെ മുകളിൽ കയറി എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, എല്ലാവരോടും കുന്നിന്റെ താഴേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ കുന്നിന്റെ അപ്പുറത്ത് ഒരു അശ്വസൈന്യം, ഒരു കുതിരപ്പട നിങ്ങളെ ഈ ഒരു മക്കയെ ആക്രമിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അപ്പൊ താഴെ നിൽക്കുന്ന ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, എന്തുകൊണ്ട് നിന്നെ അവിശ്വസിക്കണം? നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസ്തനാണ്, നീ അല്ലമീനാണ്, പിന്നെയോ ഉന്നത കുലജാതനാണ്. നീ അങ്ങനെ വെറുതെ ഒരു കളിവാക്ക് പറയുന്ന ആളല്ല. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ഞാൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം എന്ന് പറയുമ്പോൾ ആ ഒരു ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു ബാധ്യത
നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു നിൽക്കുക മാത്രമല്ല, ചന്തകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, രാജാക്കന്മാർക്ക് കത്തെഴുതിയിട്ടുണ്ട്. എവിടെയൊക്കെയും എത്തിപ്പെടുന്നുവോ അവിടങ്ങളിലൊക്കെയും അള്ളാഹുവിന്റെ വഹദാനിയത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. പിന്നെയോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര മണിക്കൂറുകൾ, 24 മണിക്കൂറും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ആയിരക്കണക്കിന് മീഡിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവർ അവരുടെ വായകളെ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾ ഭയപ്പെടണ്ട. പിന്നെയോ വല്ലാഹു മുത്തിമ്മു നൂരി, അള്ളാഹു ഈ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ആര് ഊതിക്കെടുത്തിയാലും ഇതിന്റെ അറ്റം എന്ന് പറയുന്നത് സമാധിയാണ്. ആകാശ ലോകത്താണ് ഇതിന്റെ ഒരറ്റം കിടക്കുന്നത്. ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ആരൊക്കെ ആക്ഷേപിച്ചു പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ മേലെ ഉയർന്നു നിൽക്കാൻ ഇസ്ലാമു യഅലു വലാ യുഅല. ഇസ്ലാം എല്ലാത്തിന്റെയും മുകളിലാണ് നിലകൊള്ളുന്നത്. അതിന്റെ മർത്തബ എന്ന് പറയുന്നത് അത് മുകളിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഔദാര്യമല്ല ജനങ്ങളെ എല്ലാവരെയും നന്മയിലേക്ക് വഹിക്കുക. അതൊക്കെ എന്റെ ഒരു ഔദാര്യമാണ്. ഔദാര്യമല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു തആല 4 ആളുകൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു സൂറത്താണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാർ മുഴുവൻ നഷ്ടത്തിലാണ്. എല്ലാവരും നഷ്ടത്തിലാണ്. എന്നിട്ടോ 4 വിഭാഗം ആളുകളെ അല്ലാഹു മാറ്റി നിർത്തി. അവർ മാത്രമേ ജയിക്കുകയുള്ളൂ. നമ്മളുണ്ടോ? നമ്മുടെ സ്ഥാനം അതിലുണ്ടോ എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ അതിൽ നമ്മൾ ഓക്കെയാണ്. വഅമലു സാലിഹാത്ത്, അതേപോലെ തന്നെ സൽക്കർമ്മികൾ ഒഴികെ നമ്മൾ അമലു സാലിഹാത്തുകൾ ചെയ്യുന്നുണ്ട്. പിന്നെയോ ഇനി പറയുന്ന കാര്യങ്ങൾ 2 നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. ഇത് നിന്നുപോയാൽ ഈ ഉമ്മത്തില്ല. ഈ പറച്ചിലുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധിപത്യം ചെലുത്തുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയേ അല്ല. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇസ്ലാമിനെ കുറിച്ച് നോക്കൂ, എവിടെയൊക്കെ ആളുകൾ കൂടുന്നുണ്ടോ അവിടെയൊക്കെ ഒരു ചെറിയൊരു സംസാരമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നിർബന്ധമായി ഈ സംസാരം നടക്കണം. അതിന്റെ പേരാണ് യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. മഖബറയിലേക്ക് മയ്യത്ത് കൊണ്ടുപോയപ്പോ ഖബർസ്ഥാനിന്റെ പണി പൂർത്തിയാകാത്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെയിരുന്നു. സഹാബത്ത് ഒന്നടങ്ങ് താഴെയിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇസ്തഈദൂ മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കണം. അല്ലേ? നിക്കാഹിന്റെ വേളയിൽ അല്പമാണെങ്കിലും അവിടെ ഒരുമിച്ച് കൂടി ആളുകൾക്ക് ഉപദേശം കൊടുത്തില്ലേ? എവിടെയാണ് ഉപദേശം മാറി നിന്നത്? ജനങ്ങൾക്ക് ഇത് കിട്ടിക്കൊണ്ടേയിരിക്കണം. എന്നാലോ അതിന്റെ പേരിൽ അക്രമ സ്വഭാവം പാടില്ല. നീ അത് ചെയ്തില്ലെങ്കിൽ നിന്നെ മർദ്ദിക്കും, നിന്നെ കൊലപാതകം നടത്തും. അത് ഇസ്ലാമിന്റെ ശൈലിയല്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നീ ഉത്ബോധനം നടത്തുക. ഉത്ബോധനം നടത്തുക എന്നുള്ളതാണ് പ്രവാചക അങ്ങയുടെ ഡ്യൂട്ടി എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുവെങ്കിൽ ആ ഒരു കൊച്ചു അധ്യായത്തിൽ പറഞ്ഞ 4 വിഭാഗത്തിൽ നമ്മുടെ സ്ഥാനമുണ്ടോ, നമ്മുടെ ഇരിപ്പിടമുണ്ടോ എന്നുള്ളത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും പരിശോധിക്കണം. 2 ചിലപ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്തിയേക്കാം. പക്ഷെ ബാക്കി 2 പറഞ്ഞല്ലോ. വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. മകൻ, പിന്നെ പ്രായപൂർത്തിയെത്തിയ മകനുണ്ട്, അവനോ എല്ലാ വേൾഡ് കപ്പിലും അലാറം വെച്ച് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാലോ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വക്തിന് സുബഹിന് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവനോട് നമ്മുടെ മനസ്സിലുള്ള സ്നേഹം തടസ്സമാകുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? മനുഷ്യന്മാരും കല്ലുകളും കത്തിക്കപ്പെടുന്ന ഒരു ഭയാനകമായ നരകാഗ്നിയുണ്ട്. നരകത്തിൽ നിന്ന് അവസാനം രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് വരുന്ന ആളോട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ എങ്ങനെയുണ്ട്? അയാൾ പറയുകയാണ്, റഹ്മാനായ റബ്ബേ, ഇനി എനിക്ക് സ്വർഗം വേണ്ട, ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ വലിയ അനുഗ്രഹം എന്ന് പറയുന്നുവെങ്കിൽ കല്ലുകളും മനുഷ്യന്മാരും കത്തിക്കപ്പെടുന്ന ഈ ഒരു വേവുന്ന ചൂടിലേക്ക് നമ്മുടെ മക്കളെ കടത്തി ഉറക്കുന്നുവെങ്കിൽ അതിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത്. അല്ലെ? ലോകം മുഴുവൻ എല്ലാ തരത്തിലുള്ള ഒരാളെപ്പോലും, ഒരു കളിക്കാരനെ പോലും സംഭാവന കൊടുക്കാത്ത നമ്മുടെ രാജ്യത്ത് പോലും ഇന്ന് അതിന്റെ പേരിൽ കിടക്കുന്ന എന്തെല്ലാം കാട്ടിക്കൂട്ടലുകൾ, അതിലൊക്കെയും നമ്മുടെ കുടുംബങ്ങളിൽ
ആളുകളുണ്ട്, നമ്മുടെ വീടുകളിൽ മെമ്പർമാരുണ്ട്. നമുക്ക് ഒരു വേള പ്രിയപ്പെട്ട മോനെ നാളെ നമുക്ക് പള്ളിയിലേക്ക് പോകണം, പള്ളിയിലേക്ക് വരുമ്പോൾ നിർബന്ധപൂർവം അവരെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കുന്നില്ലെങ്കിൽ, നമുക്ക് തോന്നുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരം മനസ്സിലേക്ക് സ്വാധീനം ചെലുത്തുന്നില്ല, നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് സ്വാധീനം ചെലുത്തുന്നില്ല. വീട് കത്തിയമരുമ്പോ നമ്മുടെ ഉമ്മയുണ്ട്, പ്രിയതമയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മൾ മാത്രം നമ്മുടെ തടി സലാമത്തായി രക്ഷപ്പെടുമോ പ്രിയപ്പെട്ടവരെ? ഇല്ലല്ലോ. നമ്മുടെ വാഹനം അപകടത്തിൽപ്പെട്ടു, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഉദാഹരണം പറയാൻ, നമ്മൾ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടും. എനിക്ക് രക്ഷപ്പെടേണ്ട, എന്റെ കുട്ടികൾ വേണം എന്റെ കൂടെ, എന്റെ ഭാര്യ എന്റെ കൂടെ വേണം. ആശുപത്രിയിലേക്ക് അപകടത്തിൽ നിന്ന് നമ്മളെ താങ്ങി പിടിച്ചു കൊണ്ടുപോയി ഓർമ്മ വരുമ്പോൾ നമ്മൾ അന്വേഷിക്കും, എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയതമ എവിടെ, എന്റെ ഭാര്യ എവിടെ, എന്റെ ഭർത്താവ് എവിടെ, എന്റെ മക്കൾ എവിടെ? പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധം നമുക്ക് നരകത്തെ കുറിച്ച് നമുക്ക് ആലോചിച്ചുകൂടെ? അവരെല്ലാവരും നരകത്തിന്റെ തീയിൽ ഇന്ധനമായി കത്തിയമരുമ്പോ 69 മടങ്ങ് ശക്തിയുണ്ട്. നിങ്ങൾ കത്തിക്കുന്ന നരകത്തിന്റെ 69 മടങ്ങാണ് നരകത്തിന്റെ കാഠിന്യം എന്ന് പറയുമ്പോ, അതിലേക്ക് നമ്മുടെ മക്കളെ കൊടുക്കാൻ, നമ്മുടെ അയൽവാസികളെ കൊടുക്കാൻ, നമ്മുടെ പാർട്ട്ണറാണ്, നമ്മുടെ കച്ചവടത്തിൽ പങ്കാളിയാണ്, ലാഭനഷ്ടങ്ങൾ ഒന്നിച്ചാണ് ഇരുന്ന് കണക്ക് കൂട്ടുന്നത്. എടാ, ഇതൊക്കെ മരണത്തോട് കൂടി തീരും. നമ്മൾ 2 വെള്ളിയാഴ്ച മുമ്പ് ഒരു മനുഷ്യനെ കുറിച്ച് പ്രാർത്ഥിച്ചു. 2 വെള്ളിയാഴ്ചക്കകം ആരുണ്ട് പ്രിയപ്പെട്ടവരെ അവരെ കുറിച്ച് ഓർക്കാൻ? 2 ആഴ്ച കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു. ആരാവരെ കുറിച്ച് ഓർക്കുക? ഇതാണ് മരണപ്പെട്ടവരുടെ അവസ്ഥ. മരിച്ചതോടുകൂടി, ആ മണ്ണിട്ട് മൂടിയതോടുകൂടി ഏതെങ്കിലും ഒരു ആണ്ടരതി വരുമ്പോ ഓർക്കുന്ന ഒരു നാമമല്ലാതെ മറ്റൊന്നും ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി പോകുന്നില്ല. എന്നാൽ നമ്മുടെ മക്കൾ പറയണം, എന്റെ ഉപ്പയാണ് എന്നെ ആദ്യമായി പള്ളിയിലേക്ക് കൊണ്ടുപോയത്. ഒരു വെള്ളിയാഴ്ച പോലും എന്റെ ഭർത്താവ് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കുകയില്ല. എന്തു തടസ്സമുണ്ടെങ്കിലും അദ്ദേഹം എന്റെ സഹായിയായിട്ട് വരും. ഖുർആൻ ക്ലാസുകൾക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് പോകാറുള്ളത്. ഇങ്ങനെയുള്ള ഒരു അടയാളപ്പെടുത്തൽ പ്രിയപ്പെട്ടവരെ, മർഹൂം മമാനി മൗലവിയുടെ 4 വാള്യം തഫ്സീറുകൾ നമ്മുടെ പള്ളികളിലില്ലേ, നമ്മുടെ വീടുകളില്ലേ? ആ മനുഷ്യന്റെ പുരുഷായുസാണ് അടയാളപ്പെടുത്തിയതാണ്. ജീവിതത്തിൽ എന്നെന്നും ഖബർ കഴിഞ്ഞും നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ ജീവിതം കൊണ്ട് അർത്ഥമാവൂ. അല്ലെങ്കിലോ ഈ ജീവിതം എല്ലാവരും തിന്നുന്നു, നമ്മളും തിന്നുന്നു, എല്ലാവരും കുടിക്കുന്നു, നമ്മളും കുടിക്കുന്നു, എല്ലാവരും വേഷമെടുക്കുന്നു, നമ്മളും വേഷമെടുക്കുന്നു എന്നല്ലാതെ ആരുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ കുറിച്ച് ഓർക്കാൻ? അതുകൊണ്ട് ജീവിതകാലം അത്രയും ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും ഒരു നന്മയുടെ വിളക്കുമാടമായിട്ട് നന്മയിലേക്ക് ആളെ കൂട്ടുന്ന പ്രവാചകന്മാര് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെ കുറിച്ച് അതിമനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു. എന്റെ ഉപമ, എന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്ക് കണ്ടപ്പോ 4 ഭാഗത്തുനിന്നും പ്രാണികൾ വന്നു. ആ പ്രാണികളൊക്കെയും ഇതിന്റെ ഈ ഒരു തിളക്കത്തിൽ അതിലേക്ക് ഇങ്ങനെ പാഞ്ഞു വരാൻ. അപ്പൊ ഈ മനുഷ്യനറിയാം, പാഞ്ഞു വന്നാൽ എന്താ സംഭവിക്കുക? അത് ചിറകെട്ടി ചത്തുവീടും. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഈ പ്രാണികൾ ഇതിലേക്ക് വരാതെ തടുത്തു നിർത്തുന്നു. ഇതുപോലെയാണ് എന്റെ ഉപമ. ഈ നരകമാകുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ജനങ്ങൾ പാഞ്ഞു വരുമ്പോ ശിർക്ക് ചെയ്തവരുണ്ട്, ഐക്കല്ല് കെട്ടിയവരുണ്ട്, ഹോമം നടത്തുന്ന ആളുകളുണ്ട്. അത് മുസ്ലിമും നടത്തുമോ എന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുവെങ്കിൽ, പർദ്ദയിട്ട ഉമ്മമാർ, അതേപോലെ തന്നെ താടി വെച്ച ഉപ്പമാർ ഹോമം നടത്തുന്നു, അതേപോലെ തന്നെ ജപങ്ങൾ നടത്തുന്നു. ഇങ്ങനെ ഹിന്ദുവേത് മുസ്ലിമേത് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ, അത്രയും മോശപ്പെട്ട രൂപത്തിൽ ജീവിക്കുമ്പോ ഞാൻ സുരക്ഷിതനാണ് എന്ന് ഒരിക്കലും നമ്മൾ കരുതേണ്ടതില്ല. നമ്മൾ ഒരു ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടാതെ ഒരു മനുഷ്യൻ ബൈക്ക് ഓടിച്ചു പോകുന്നുവെങ്കിൽ വിവരമുള്ള ഒരാൾ പറയും, അയാൾ ഏത് ജാതിക്കാരനാവട്ടെ, ഏത് നാട്ടുകാരനാവട്ടെ, മനുഷ്യ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വമായി നമ്മൾ കരുതുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു അന്ധനായ വ്യക്തി ഈ ഒരു ഹൈവേയുടെ അപ്പുറത്തേക്ക് കടക്കാൻ അയാള് തയ്യാറായി നിൽക്കുന്നു. വാഹനങ്ങൾ തുരുതുരെ വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി അയാളെ കൈപിടിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ പോകാൻ പാടില്ല. അതൊരു മനുഷ്യത്വമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്ക് മുഴുവൻ ആണ്ടുപോയ 100 കൂട്ടം മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. ദിവസവും പ്രഭാതത്തിൽ നമ്മൾ അവരെയാണ് കാണുന്നത്. അവരോട് നമ്മൾ സലാം പറയുന്നു. ദീന് മാത്രം പറയുന്നില്ല,
പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളോട് പൊറുക്കുമോ? നമ്മൾ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? നമ്മൾ കൃത്യമായി ആലോചിക്കുക. നമ്മുടെ നിസ്കാരം ആത്മാർത്ഥമാണെങ്കിൽ, നമ്മുടെ ദീൻ ആത്മാർത്ഥമാണെങ്കിൽ, നമ്മുടെ ഷഹാദത്ത് ആത്മാർത്ഥമാണെങ്കിൽ, ഒരു മനുഷ്യനെങ്കിലും ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. തലപ്പാറ അങ്ങാടിയുടെ ഹൈവേയുടെ ചേർന്ന് ഒരു 10 സെന്റ് സ്ഥലം ഒരു മനുഷ്യന്റെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, മഹാഭാഗ്യവാനെ കണ്ടില്ലേ, കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള ആസ്തിയുള്ള ആളാണ്, കണ്ടോ, ജീവനോടെ കണ്ടോ എന്ന് നമ്മൾ പറയും. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനേക്കാൾ വലിയൊരു ഓഫറാണ് നൽകിയിട്ടുള്ളത്. നീ കാരണം ഒരു മനുഷ്യനെങ്ങാനും അള്ളാഹുവിന്റെ ഹിദായത്തിലേക്ക് വന്നാൽ ഈ ലോകവും അതിലുള്ളതെല്ലാം നിന്റെ പേരിലുള്ളതിനേക്കാൾ നിനക്ക് ഉത്തമമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്രയും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ കൊണ്ടുവരിക. നമ്മൾ കാരണം ഒരാൾ ഹിദായത്തിലേക്ക് വരിക, നമ്മൾ കാരണം ഒരാൾ ഖുർആൻ ഓതുക, നമ്മൾ കാരണം ഒരാൾ നിസ്കാരത്തിലേക്ക് വരിക. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിൽ നമ്മുടെ മക്കളുണ്ടാവണം, നമ്മുടെ കുടുംബം ഉണ്ടാവണം, നമ്മുടെ അയൽപ്പക്കങ്ങൾ ഉണ്ടാകണം, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകണം, നമ്മുടെ ഉമ്മ വഴിക്കുള്ള ഉപ്പ വഴിക്കുള്ള കുടുംബങ്ങളൊക്കെ അതിലുണ്ടാവണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹുവിനെ കാണുമ്പോൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്, അള്ളാഹുവേ ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ. ഉമർ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പറയാറുണ്ട്, പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഇജാബത്താണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ തൗഹീദിലില്ലാത്ത അലിയനെ കാണുമ്പോ, അല്ലെങ്കിൽ നമ്മളുടെ ആ കുടുംബ ബന്ധത്തിലുള്ള പ്രിയപ്പെട്ടവരെ കാണുമ്പോ അവരൊക്കെയും ഖുറാഫാത്തിലാണ്, ഐക്കല്ല് കെട്ടുന്നവരാണ്, ശിർക്ക് ചെയ്യുന്നവരാണ്, ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകളാണ്, മമ്മറണ്ടങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകളാണ്. അല്ലാഹ് ഇവർക്ക് ഹിദായത്ത് കൊടുക്കണേ, ഇവരെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് പറയുന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇസ്ലാം എന്നും മുകളിലാണ്. പക്ഷേ ഈ ബസ്സിൽ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പോവാൻ, അതിലേക്ക് അതിന്റെ മെമ്പർമാരെ അള്ളാഹു തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കും. ആ ഒരു മെമ്പർഷിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ, ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു സാഹചര്യത്തിലാണുള്ളത്. ആ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, തൊട്ട് മുമ്പ് ഭൂകമ്പമുണ്ടായ ഒരു രാജ്യത്ത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ചെറിയതെങ്കിലും തോന്നുന്ന ഒരു അപകടമുണ്ടായി. ഒരുപാട് നാശനഷ്ടങ്ങളും അതേപോലെ തന്നെ മനുഷ്യ ജീവന്റെ നഷ്ടമൊക്കെ ഉണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹാശക്തിയെക്കുറിച്ചാണ്. മനുഷ്യന്റെ എല്ലാ കഴിവുകൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും മുകളിലാണ് അള്ളാഹുവിന്റെ ഒരു ശക്തി. ആ ഒരു ശക്തമായ മഴയിൽ മണ്ണും വെള്ളവും ഇങ്ങനെ ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടി കണ്ടതാണ്. നിമിഷാർദ്ധങ്ങളെ കൊണ്ട് ജീവൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ മീഡിയകളിൽ നമ്മൾ കണ്ടതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അവസ്ഥ എന്നുള്ളത്. അള്ളാഹുവിന്റെ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ നമ്മൾ നിസ്സഹായരാണ്. എന്താ സംഭവിക്കുക? വെള്ളം കുതിച്ചു ശക്തമായി ഒലിച്ചു വരികയാണ്, അതല്ലെങ്കിൽ ഉയർന്നു വരികയാണ്. നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന്റെ ഇത്രയുള്ള എത്ര നമ്മൾ പുരോഗതി നേടിയാലും ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് മുമ്പിൽ നമ്മൾ പരിമിതരാണ്. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അകപ്പെടുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കും അങ്ങനെ സംഭവിക്കാമല്ലോ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്കൊരു മരണം നമുക്ക് വരികയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എല്ലാ തെറ്റുകളിൽ നിന്നും ഇസ്തിഗ്ഫാർ ചെയ്തവരായിട്ടാണോ നമ്മൾ ചെല്ലുക?
കാരണം മരണം എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് കൂടിയല്ല വരുന്നത്, പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അപ്പൊ ഏതു സമയത്തും ആ ഒരു യാത്രക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പരസ്പര സഹായത്തിന്റെയും അതേപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഇതിലകപ്പെട്ട ആളുകളെ സഹായിക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്കറിയാം, അവിടെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചു പറയുന്നത്, നമ്മുടെയൊക്കെ നാടുകളിൽ ഈ ഒരു മഴയെ പേടിയോട് കാണുന്ന കുറേ കുടുംബങ്ങളുണ്ട്. നമ്മുടെ വീടുകളിലാണ് വെള്ളം കയറാത്തത്, നമ്മുടെ വീടാണ് ചോർന്നൊലിക്കാത്തത്. പക്ഷേ ഈ മഴവെള്ളം കൊണ്ട് വെള്ളം കയറുന്നതും ചോർന്നൊലിക്കുന്നതുമായ കുറേ വീടുകളുണ്ട്. അപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ദുനിയാവിലുള്ളവരോട്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിരുത്തണം. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായ ദുആ, അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു ഓരോ കാഴ്ചകളിലൂടെ നമ്മളെ ജീവിപ്പിക്കുന്നത്, ആ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും മാറ്റി അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നേറാൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട്, മാറാവേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയിൽ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. اللهم صل على